ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് അല്ലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഭാഷയാലും സംസ്കാരത്തോടും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മുടെ വസ്ത്രധാരണ രീതിയായാലും ഭക്ഷണക്രമങ്ങളായാലും എല്ലാത്തിലും നമ്മൾ എന്താണ് വ്യത്യസ്ത പുലർത്തുന്ന ആളുകളാണ് അല്ലേ. ഇത്തരത്തിലുള്ള ഒരുപാട് വൈവിധ്യങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ എന്താണ് വേർതിരിച്ചു നിർത്തിയിട്ടുള്ളത് അല്ലേ. ഭാഷയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും മാത്രമല്ല നമ്മൾ വൈവിധ്യരായി കാണുന്നത്. വേറെ എന്തൊക്കെ കൊണ്ട് നമ്മൾ വൈവിധ്യരാണ്? നമ്മുടെ ഇന്ത്യയുടേത് മാത്രമായിട്ടുള്ള ഭൂപ്രകൃതിയാണല്ലേ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ എന്താണ് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്ത നിറഞ്ഞ ഒരു കൂട്ടരാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഇന്ത്യയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ. അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്താണെന്നും ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നും നമ്മുടെ കാലാവസ്ഥ എന്താണെന്നൊക്കെ എൻ്റെ മക്കൾക്ക് അറിയണ്ടേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഭാരത പര്യടനം നടത്താൻ പോവുകയാണ്. അതായത് ഇന്ത്യയെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മിസ് തരാം കേട്ടോ. അതായത് മക്കൾ പുറത്തു പോകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടന്മാരോ ചേച്ചിമാരോ ചോദിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് അത്യാവശ്യത്തിന് ഇന്ത്യയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. മിസ് ഓൾറെഡി ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, കോണ്ടിനെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ്, ഏത് കോണ്ടിനെന്റിലാണുള്ളത്? നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ, ഏഷ്യൻ വൻകരയിലാണ് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് മറന്നു പോവരുത്. ഇന്ത്യ എവിടെയാണ് ഉൾപ്പെടുന്നത്? ഏഷ്യൻ കോണ്ടിനെന്റിലാണ് ആരുള്ളത്? നമ്മുടെ ഇന്ത്യക്കാരുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യന്റെ ലൊക്കേഷൻ ആര് ചോദിച്ചാലും അത് തന്നെ പറയണം കേട്ടോ. അടുത്ത എന്റെ മക്കൾ നോക്കിക്കേ, എന്താ നമ്മൾ ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഇന്ത്യക്ക് എന്താ അയൽ രാജ്യങ്ങളുണ്ട്. അതായത് നമ്മളെ വീടിന്റെ ചുറ്റുവക്കത്തുമായിട്ട് എന്താണ് അയൽവാസികളൊക്കെ നമ്മൾ കാണല്ലേ. എന്തൊക്കെയാണ് നമ്മളെ രാജേട്ടനും അതേപോലെ മീനച്ചേച്ചിനും ഒക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ടല്ലേ. അതേപോലെ ഇന്ത്യക്കും എന്താണ് രാമേട്ടനും മീനച്ചേച്ചിയും ഒക്കെ ഉണ്ട്. പക്ഷെ പേരങ്ങനെയല്ല എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ്, അതായത് അയൽ രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കാലോ. അതായത് നമ്മുടെ അയൽപ്പക്കക്കാരെ ആരൊക്കെയാ ഒന്ന് ഇവിടെ നോക്കിക്കേ. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ചൈന ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, നമ്മൾ പുട്ടുണ്ട് കടലുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ. ദെൻ നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ്, അതേപോലെ തന്നെ മാൽദീവ്സ്, ശ്രീലങ്ക. ഇതൊക്കെയാണ് ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ്. ഇത് പഠിക്കാനേ മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമുക്കൊക്കെ ഇതിപ്പം മൊത്തം നെയ്ബറിങ് കൺട്രീസ് ഉണ്ട്, പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് എല്ലാത്തിനും ഫസ്റ്റ് ലെറ്റർ നമ്മൾ എടുക്കാം. ഇവിടെ നോക്കിക്കേ എന്റെ മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് ഏതാ എടുക്കുന്നത്? ഏതാണ്? അഫ്ഗാനിസ്ഥാന്റെ എ നമ്മൾ ചൂസ് ചെയ്തു. ദെൻ പി, ദെൻ സി, ദെൻ പി. എന്താണ് ഇവിടെ പറയുന്നത്? ABCB. അത് ആദ്യം എന്റെ മക്കൾ പഠിച്ചു വെക്കാം. A for അഫ്ഗാനിസ്ഥാൻ, P for പാകിസ്ഥാൻ, C for ചൈന, B for ഭൂട്ടാൻ. സോ ഫസ്റ്റ് 4 എന്താ എന്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞ്. അപ്പൊ ഇനി അടുത്ത സെറ്റ് ചെയ്താ NMBS. ഏതൊക്കെയാ NMBS? അതാ നമ്മൾ MBBS എന്നൊക്കെ പറയുന്നത് പോലെ. N for നേപ്പാൾ, M for മ്യാൻമാർ, പിന്നെ ഒരു B ഉണ്ട്. അതാരാണ്? നമ്മുടെ ബംഗ്ലാദേശ് ആണ്. ഭൂട്ടാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ദെൻ M for മാൽദീവ്സ്, ലാസ്റ്റ് S ആരാണ്? ശ്രീലങ്ക. അപ്പൊ മക്കൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് പഠിച്ചേക്കാം. ആദ്യത്തെ സെറ്റ് ഏതാണ്? APCB ആണ് ആദ്യത്തെ സെറ്റ്. രണ്ടാമത്തെ സെറ്റ് ഏതാണ്? NMBMS ആണ് രണ്ടാമത്തെ സെറ്റ്. അപ്പൊ 2 സെറ്റും മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കിയേ. നമ്മൾ ഇന്ത്യന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ശരിക്കും എത്ര സ്റ്റേറ്റ് നമുക്കുള്ളത്? 28 സ്റ്റേറ്റ് ആണോ 29 സ്റ്റേറ്റ് ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ. കറന്റ് നമുക്ക് എന്താണ് 28 സംസ്ഥാനങ്ങൾ, 28 സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ എത്ര ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തേക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്നാ പറയുന്നത്? 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ആണ് കേട്ടോ. അപ്പൊ ഇനി ആര് ചോദിച്ചാലും എന്റെ മക്കൾ എന്താണ് കൺഫ്യൂഷൻ ആവരുത്. 28 സ്റ്റേറ്റ്സും
8 യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് എന്താ? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്ക് നോക്കിയാലോ? നോക്കിക്കേ എന്റെ മക്കളെ, ലഡാക്ക് ആണ് നമ്മൾ ആദ്യത്തെ എന്താ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെക്കാൻ ഒരു എളുപ്പവയുണ്ട്, അതാണ് മിസ് അടുത്ത് പറയുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും എന്താ ഇഷ്ടമുള്ള കാര്യമല്ലേ, ബുള്ളറ്റിലൊക്കെ എന്താണ് ലഡാക്കിലേക്കൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പം ലഡാക്കിലേക്ക് പോകുന്ന വഴി നമ്മൾ ആരെ കാണുന്നുണ്ട്? നമ്മുടെ ജമ്മു ചേച്ചിനെയും കാശ്മീർ ചേട്ടനെയും കാണുന്നുണ്ട്. ആരെയാണ്? ജമ്മു ചേച്ചിനും കാശ്മീർ ചേട്ടനും കാണുന്നുണ്ട്. അപ്പൊ ലഡാക്ക് എവിടെയായി? ജമ്മു ആൻഡ് കാശ്മീരും ആയില്ലേ. അത് കഴിയുമ്പോ എന്താ പറയുന്നത്? പുതുച്ചേരിയാണ് പറയുന്നത്. അപ്പൊ പുതുച്ചേരി എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ. പുതുച്ചേരി എന്ന് പറയുമ്പോ ആ പേര് തന്നെ പുതു അല്ലെ, പുതിയതായിട്ടുള്ള സംഭവം. അപ്പൊ ന്യൂ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അതവിടെ പറയുന്നത്. പിന്നെന്താ നമ്മുടെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലൊക്കെ നമുക്ക് എന്താ ഒരു വൺ ഡേ ഒക്കെ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ബീച്ചും ഫുഡും കാര്യങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ലക്ഷദ്വീപ്. അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് ബീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് നമുക്ക് ആലോചിക്കാം. പിന്നെന്താ നമ്മൾ പറയുന്നത്? നമ്മളെ തലതൊട്ടപ്പൻ ആരാ? നമ്മുടെ ഡൽഹി. അപ്പൊ ഡൽഹി ഉണ്ടേ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേര് കിട്ടാൻ പാടുള്ളത് ഛത്തീസ്ഗഡും അതേപോലത്തെ എന്താണ് നമ്മുടെ ദാദ്ര നാഗർ ഹവാലി ദാമൻ ദിയു ഒക്കെ ആയിരുന്നു. പണ്ട് ഇതൊക്കെ സ്പ്ലിറ്റ് ആയിട്ടായിരുന്നു. ഇപ്പൊ ഇത് ഒറ്റ ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയായിട്ട് അറിയപ്പെടുന്നത്? ദാദ്ര ആൻഡ് നാഗർ ഹവാലി ദാമൻ ദിയു ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് 8 യൂണിയൻ ടെറിട്ടറീസ് അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ 2 സെറ്റുകളാക്കി മാറ്റി വെക്കല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ സെറ്റ് നോക്കിയേ, LJPL. LJPL എന്തോ എന്താ ഒരു പാർട്ടിയുടെ പേര് പോലെ തോന്നുന്നുണ്ട് അല്ലെ. അങ്ങനെ തോന്നിയില്ലെങ്കിലും ജസ്റ്റ് ഇമാജിൻ ചെയ്യാട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, LJPL ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. LJPL നമുക്ക് സുഖമായിട്ട് കിട്ടും. 2 L അവിടെയും ഇവിടെയും വരുന്നത്. ഏതൊക്കെയാ? ലഡാക്കും ലക്ഷദ്വീപും. പിന്നെ നടുവത്തെ J ആരായിരിക്കും? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ. PO പുതുച്ചേരിയാണ് അല്ലേ. പിന്നെ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? നമ്മുടെ ഡൽഹി ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ദെൻ ദാദ്ര നാഗർ ഹവാലി ആൻഡ് ദാമൻ ദിയു അത് ഒരുമിച്ചാണ്. പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പൊ DCDA. അപ്പൊ D എന്താ പറയുന്നത് മക്കളെ? നമ്മുടെ തലതൊട്ടപ്പൻ ആരാ? നമ്മുടെ ഡൽഹി. CO ഛത്തീസ്ഗഡ് എന്നുള്ളത്. അതേപോലെ തന്നെ DO ദാദ്ര നാഗർ ഹവാലി ആൻഡ് ദാമൻ ദിയു. ദെൻ അടുത്തതാരാ? നമ്മുടെ A ആരാ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് അല്ലെ. അതേപോലെ എളുപ്പത്തിൽ നമുക്ക് എന്താ 2 സെറ്റ് ആയിട്ട് വേണം മക്കൾ എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ ചോദിക്കുന്ന സമയത്ത് എന്താ യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇനി നമ്മൾ മൗണ്ടെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് മൗണ്ടെയിൻസ് നമുക്ക് എന്താ കാണാൻ സാധിക്കട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മൗണ്ടെയിൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാലയൻ പർവ്വതമായാലും പശ്ചിമഘട്ട മലനിരകളായാലും ഒക്കെ എന്താണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന തന്നെ എന്താണ് വലിയ വലിയ പർവ്വതങ്ങളാണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, എ പാർട്ട് ഓഫ് ദ ഹിമാലയാസ് ദ ലോഫ്റ്റിയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ ദ വേൾഡ് ബിലോങ്സ് ടു ഇന്ത്യ. എന്താ പറയുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടെയിൻ ആയില്ല, ഏറ്റവും ഉയരമേറിയ പർവ്വതമായിട്ടുള്ള ഹിമാലയം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട മേജർ റേഞ്ചസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? നമ്മുടെ ആര്യവല്ലി റേഞ്ച് ഉണ്ട്, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, വിന്ധ്യ റേഞ്ചസ്, അതേപോലെ സത്പുത റേഞ്ചസ് ഒക്കെ എന്താണ് തായ്വരകളൊക്കെ എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഇന്ത്യയുടെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ എന്താ ഇത്തരത്തിലുള്ള ഒരുപാട് ഉയരം കൂടിയ പർവ്വതങ്ങളും അതേപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളൊക്കെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് വൈവിധ്യങ്ങൾ എന്താണ് നമ്മുടെ ഇന്ത്യക്ക് അതിലൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കല്ലേ. ഇനി നമ്മളെ മക്കളെ ഇന്ത്യയിലെ സമതലത്തിലേക്ക് പോകുന്ന സമയത്ത്, പ്ലെയിൻസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഇന്ത്യയിലെ സമതലങ്ങൾ എന്ന് പറയുന്നത്? ഇത് നിരപ്പായ രീതിയിലുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്താ സമതലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നിരപ്പായ രീതിയിലുള്ള ഭൂപ്രദേശങ്ങളാണ് എന്താ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പ്ലെയിൻസ് were formed by the deposition of alluvial brought down by the rivers originate from the Himalayas. എന്താ പറയുന്നത്? നമ്മുടെ ഈ സമതലങ്ങളൊക്കെ പ്ലെയിൻസ് ഒക്കെ എങ്ങനെയാ പെട്ടെന്നാ പറയുന്നത്? നമ്മുടെ റിവേഴ്സ് കൊണ്ടുവരുന്ന ഹിമാലയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് കൊണ്ടുവരുന്ന അലൂവിയൽ സോയിൽ കാരണമാണ് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലെയിൻസ് എന്താണ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മളെവിടെയുള്ള പ്ലെയിൻസ് ഏതൊക്കെയാണ്? ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആണ് എന്താ നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് സമതലങ്ങളായിട്ട് അഥവാ ഇന്ത്യൻ പ്ലെയിൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ പ്ലെയിൻസ് എന്താന്ന് എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനി നോക്കിക്കേ, അതേപോലെ തന്നെ ഈ ഒരു റീജിയൻ അതായത് ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര ഈ ഒരു റീജിയൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ത്യന്റെ ഗ്രാനറി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ ഗ്രാനറി എന്ന് പറയുന്നത്?
അവിടെ നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് വളരും, അടിപൊളിയായിട്ട് എന്താ ഫ്ലറിഷ്ഡ് ആയിട്ട് അഗ്രികൾച്ചറൊക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആവുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗ്രാനറി ആയിട്ട് ധാന്യപുരി ആയിട്ട് എന്താണ് ഈ ഒരു പ്ലെയിൻസ് അറിയപ്പെടാൻ കാരണം കേട്ടോ. ഇവിടെ വെയിറ്റ് ആയാലും മെയ്സ് ആയാലും ഷുഗർ കെയിൻ ആയാലും ഒരുപാട് കാര്യങ്ങൾ ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. അപ്പൊ എന്റെ മക്കൾക്ക് എന്താണ് സമതലങ്ങൾ, ഇന്ത്യയിലെ സമതലങ്ങൾ എന്താന്ന് മനസ്സിലായാലേ? ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങളാണ് നമുക്കുള്ളത് കേട്ടോ. അടുത്തത് എന്റെ മക്കൾ നോക്കിയേ, ഇന്ത്യയിലെ എന്താണ് മരുഭൂമികളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ മരുഭൂമിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള മരുഭൂമി ഉണ്ട്. പിക്ചറിൽ നിങ്ങൾക്ക് കാണല്ലേ? ഏത് മരുഭൂമി മക്കളെ കാണുന്നത്? ഥാർ മരുഭൂമി അല്ലെ, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മരുഭൂമിയാണ്. മരുഭൂമികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരുപാട് സാൻഡ് ഡ്യൂൺസ്, മണ്ണുകൾ കൂനകളൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ ആയിരിക്കും അല്ലെ ഇവിടെ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഏരിയയിൽ നമുക്ക് യൂഷ്വലി കാണാം. അപ്പൊ വെജിറ്റേഷൻ ഉണ്ടായിരിക്കുമോ? കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ടുള്ള വെജിറ്റേഷൻ മാത്രമേ എവിടെ ഉണ്ടായിരിക്കുള്ളൂ? നമ്മുടെ ഈ ഒരു ഡെസേർട്ട് ഏരിയ, ദാറ്റ് മീൻസ് മരുഭൂമികളിലേക്ക് ഉണ്ടായിരിക്കട്ടോ. ഇനി നമ്മൾ ഇന്ത്യയിലെ പീഠഭൂമികളിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുന്നത്? ഇന്ത്യയിലെ പീഠഭൂമികൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോംസ് ആണ് ഇന്ത്യയിലെ പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കാം. അതിൽ ഡക്കാൻ പ്ലേറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ പീഠഭൂമികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വലുത് ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി മക്കളെ നമ്മൾ ഇന്ത്യയിലെ കോസ്റ്റൽ റീജിയൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് നല്ല അടിപൊളി കടൽ തീരാ നമുക്കുള്ളത് അല്ലെ. കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളത്തിലുള്ളതും അതേപോലെ ഒരുപാട് ആളുകൾ ഈ ഒരു കടലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. അപ്പൊ കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നല്ല അടിപൊളിയായിട്ടുള്ള തീരപ്രദേശങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി മക്കളെ നമ്മൾ വരുന്നത് ഐലൻഡ്സിലേക്കാണ്. ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഐലൻഡ് എന്ന് പറയുന്നത്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട, അതായത് മൊത്തമായിട്ട് സമുദ്രത്വം കൊണ്ട് ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത്. ചുറ്റുപാടും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള 2 ദ്വീപുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും. ഈ ലക്ഷദ്വീപിനും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം അല്ലേ. നമ്മൾ കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അതേപോലെ തന്നെ ലക്ഷദ്വീപും നമുക്ക് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കേട്ടോ, മറന്നു പോവരുതേ. ഇനി മക്കളെ നമ്മൾ റിവേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ നദികളെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് നദികളുണ്ടല്ലേ, അടിപൊളിയായിട്ടുള്ള നദികളുണ്ട്. ഹിമാലയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളാണ് നമ്മുടെ സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ ഹിമാലയയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെ. മറ്റനേകം നദികൾ നമുക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ മഹാനദി ആയാലും ഗോദാവരി ആയാലും കൃഷ്ണ ആയാലും കാവേരി ആയാലും താപ്തി ആയാലും നർമ്മദ ആയാലും ഒക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ് കേട്ടോ. അപ്പൊ നദികളുടെ പ്രാധാന്യം അറിഞ്ഞിരിക്കണം. കാരണം നദികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് സിവിലൈസേഷൻ ഒക്കെ മക്കൾക്ക് പോകെ 6th-ലും 7th-ലും ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നദികൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹ്യൂമൻ ബീയിന്റെ ലൈഫിൽ എന്നുള്ളത് എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിലെ കാലാവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഇവിടെ ചൂടും തണുപ്പും കാറ്റും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ നോക്കിക്കേ, ഇന്ത്യയിൽ റെയിനി സീസൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക 2 വട്ടാണ് അല്ലെ. ഏത് മുതൽ ഏത് വരെയാന്നാ പറയുന്നത് മക്കളെ? നമുക്ക് റെയിനി സീസണും സമ്മർ സീസണും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റെയിനി സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഏത് മുതൽ ഏത് വരെയാണ്? ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യം നമ്മൾ റെയിനി സീസൺ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് രണ്ടാമത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമുക്ക് റെയിന് കിട്ടുന്നത് നമ്മുടെ മേഘാലയയിലെ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെയിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അതേപോലെ നോക്കിക്കേ, സമ്മറും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സമ്മർ യൂഷ്വലി നമുക്കറിയാം മാർച്ച് ടു മെയ് ആണ് നമുക്ക് സമ്മർ ഉണ്ടാവുക. വിന്റർ നമുക്ക് എപ്പോഴാണ്? ഡിസംബർ ടു ഫെബ്രുവരി. അതായത് ഡിസംബർ മാസത്തിലേക്ക് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഭയങ്കര മടിയല്ലേ, നല്ല തണുത്ത് കിടുകിടാന്ന് വിറയ്ക്കുന്ന തണുപ്പിലൊക്കെ നമുക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടിയല്ലേ. അപ്പൊ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് നമുക്ക് എന്തുണ്ടായിരിക്കും?
ഉണ്ടായിരിക്കുക, നമ്മുടെ വിന്റർ സീസൺ ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ത്യയെ കുറിച്ചുള്ള ഇന്നത്തെ ഭാരത പര്യടനത്തിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് എന്റെ മക്കളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ത്യനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? 5ാം ക്ലാസ് കുഞ്ഞുമക്കൾക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. നമ്മൾ പോകെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ മിസ് കൂടുതൽ പറഞ്ഞ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു കോണ്ടന്റ് വീഡിയോയിൽ പുതിയൊരു കാര്യമായിട്ട് കണ്ടുമുട്ടാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.